ഫൗണ്ടറായ സുലോചന മേഡം ഭാരതത്തിൻ്റെ ധീരസാന്നിധ്യങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ ധൈര്യ നമോവാകം. 26 നക്ഷത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച ആ രാജ്യത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാവട്ടെ നമ്മുടെ പ്രാർത്ഥന. വന്ദേ മാതരം. എല്ലാവരും ഒന്ന് ഏറ്റുപറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വന്ദേ മാതരം. കാരണം ഇന്ത്യ എന്താണെന്നും ഇന്ത്യ ആരാണെന്നും ലോകരാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാൻ അവർ നമുക്ക് സമ്മാനിച്ചത്, നമ്മളവരെ ഇനി വീരമൃത്യു എന്ന് പറയാതെ 26 നക്ഷത്രങ്ങളായി അറിയപ്പെടട്ടെ. ആ 26 നക്ഷത്രങ്ങളുടെ പ്രകാശം ഒരു നക്ഷത്രത്തിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ നമ്മുടെ അച്ഛനായി മാറിയ ആ നമ്മുടെ പ്രധാനമന്ത്രിക്കാവട്ടെ നമ്മുടെ അടുത്ത പ്രാർത്ഥന വന്ദേ മാതരം. പ്രധാനമന്ത്രിയുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഏറ്റുവാങ്ങി സധൈര്യം നമുക്ക് ഇന്നും എന്നും ഉറക്കമൊഴിഞ്ഞു കാക്കുന്ന നമ്മുടെ കാവൽ സേനയ്ക്കാവട്ടെ വന്ദേ മാതരം. നമ്മുടെ ഈ ഒച്ച പോരാ, നമ്മൾ കാണിച്ച ധൈര്യത്തിന് ഈ ഒച്ച പോരാ. വന്ദേ മാതരം. ഈ ശക്തിയാണ് ആ മനുഷ്യനെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചത്. കാരണം ഉടുമുണ്ട് ഉയർത്തി നമ്മളെ തന്നെ അപമാനിക്കാനായി ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിലൊന്നും ഞങ്ങൾ വ്യത്യസ്തരല്ല എന്ന് കാണിച്ച ഓരോ ഭാരതീയനുമാവട്ടെ വന്ദേ മാതരം. നമ്മളിവിടെ ഭാരതാംബയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ ഭാരതീയനുമാണ് ആ ഞാനെന്ന് മനസ്സിലാക്കുക. എൻ്റെ രാജ്യത്തിൻ്റെ പ്രതിരൂപമായ ആ ഭാരതാംബയെ തന്നെ നമ്മൾ മുന്നേ നിർത്തി സംസാരിക്കണം. എനിക്കൊന്നൊരു അപേക്ഷയുണ്ട്. ആ ഭാരതാംബയായ കുട്ടി മുന്നിലേക്ക് വരിക. അന്ന് ഭാരതത്തിന് തന്നെയും ലോകത്തിന് തന്നെയും കാണിച്ചു കൊടുത്ത എൻ്റെ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പിന്നിൽ നിൽക്കുന്ന എല്ലാ നാരിമാരും മുന്നിലേക്ക് വരിക. 26 നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ആ സമയത്ത് പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ എൻ്റെ ചിന്തകളിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു കാച്ചിക്കുറുക്കുന്നത്? അകത്തളങ്ങളിൽ നിന്ന് എന്താണ് കാച്ചിക്കുറുക്കുന്നത്? അറിയാം, സ്ത്രീക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്ന പ്രധാനമന്ത്രിയാണ് എൻ്റെ പ്രധാനമന്ത്രി എന്നറിയുമ്പോഴും എന്താണ് കാച്ചിക്കുറുക്കുന്നത് എന്നറിയില്ലായിരുന്നു. പക്ഷേ കാളിന്തി കടഞ്ഞതുപോലെ അമൃത് വന്നതുപോലെ പുറത്തുനിന്ന് വന്നത് എൻ്റെ സിന്ദൂരമാണെന്ന് എനിക്ക് അത്ഭുതം തോന്നി. ആ സിന്ദൂരം കണ്ടപ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വിലയേറിയ ചാരിത്രത്തിൻ്റെ അടയാളമായ ആ സിന്ദൂരത്തെ ആയുധമാക്കി മാറ്റിയപ്പോൾ, അതിന് ധൈര്യമാക്കി മാറ്റിയപ്പോൾ, അത് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ അഭിമാനമാക്കി മാറ്റിയപ്പോൾ, ആ സിന്ദൂരം ചാർത്തിയ വഴികൾ നമ്മളെ ദ്രോഹിച്ച രാജ്യത്തെ ഒരു തരത്തിലും വേദനിപ്പിക്കാതെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്ന്, വില എന്താണെന്ന് കാണിക്കേണ്ട രീതിയിൽ കാണിച്ചപ്പോൾ തീർച്ചയായും നമ്മൾ ആ അച്ഛൻ്റെ മുൻപിൽ ഓരോ വ്യക്തിയും അവനവൻ്റെ അച്ഛനെ കൊണ്ട് എത്രത്തോളം അഹങ്കരിക്കുന്നുവോ ഇന്ന് ഓരോ ഭാരതീയനും അഹങ്കരിക്കുന്നു. നമ്മുടെ അച്ഛനായ ശ്രീ നരേന്ദ്രമോദി ദാമോദർ ദാസിനെ കുറിച്ച്, എൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് നമുക്ക് ഒന്നായി നിൽക്കാം. ഒരു നിമിഷം നമ്മൾ പകച്ചു പോയിട്ടുണ്ടാകാം ആ 26 പേരെ ഇവിടുന്ന് അപ്രത്യക്ഷമാക്കിയത്. ഇന്ത്യയിൽ എന്താവും സംഭവിക്കുക എന്നുള്ളത്. പക്ഷേ ഇന്ത്യ കൊടുത്ത മറുപടി ഒരു കുട്ടി പോലും മനങ്ങാതിരുന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, നമ്മൾ ഇവിടെ ഇരുന്ന് നായ്ക്കൊരുന്ന പൊടി ചൊറിഞ്ഞ് കളിക്കുന്നതല്ല. ഇന്ത്യക്ക് എന്ന് വന്നാൽ, അവളുടെ സിന്ദൂരത്തിന് എന്തെങ്കിലും വന്നാൽ അവളുടെ മക്കളൊക്കെ ഒറ്റ കെട്ടാണ് എന്ന് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 26 നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച രാജ്യത്തിനോട് നമുക്ക് നന്ദി വേണം. കാരണം
നമ്മുടെ ആയുധശക്തി എന്താണെന്ന്, നമ്മുടെ ഐക്യം എന്താണെന്ന്, നമ്മുടെ സംസ്കാരം എന്താണെന്ന് നമുക്ക് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞ ഒരു വേദി സൃഷ്ടിച്ചത് അവരാണ്. അടുത്തത് നമ്മുടെ മിലിറ്ററി. ഞാനൊരു മിലിറ്ററിക്കാരൻ്റെ മകളാണ്. എനിക്ക് കിട്ടാവുന്ന നിമിഷമൊക്കെ ഞാൻ എൻ്റെ മിലിറ്ററിയോട് നന്ദി കാട്ടാറുണ്ട്. ഇങ്ങനെയുള്ള കടുകട്ടിയായ നിമിഷങ്ങൾ വരുമ്പോൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ എൻ്റെ പാരാമിലിറ്ററി നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. ഇന്ന് ഞാനൊരു മിലിറ്ററിക്കാരൻ്റെ അമ്മയാണ്. എൻ്റെ അനുജത്തിയുടെ മകൻ 22 വയസ്സുകാരൻ ഇന്ന് മിലിറ്ററിക്കകത്താണ്. അപ്പം 2-3 ആഴ്ചയായി ആ കുട്ടി വീട്ടിലേക്ക് ഫോൺ വിളിക്കാറില്ല. കാരണം അവനതിനുള്ള അനുവാദമില്ല. ഞാൻ കൂടുതൽ പറയണ്ട, ഇവിടെയുള്ള മിലിറ്ററിക്കാർക്കെല്ലാം അറിയാം. എൻ്റെ മകൻ ഇന്ന് അതിനകത്തേക്ക് പോയപ്പോൾ ഞങ്ങൾക്കറിയാം, നമ്മൾ ഈ കേൾക്കുന്ന ഇപ്പം കാണുന്ന കാഠിന്യമൊന്നുമല്ല മിലിറ്ററിക്ക്. അതിനകത്ത് സ്ഥിരമേന എന്നോളം കാഠിന്യമുള്ള വേദനകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരൊക്കെയും നമുക്ക് വേണ്ടി, നമ്മൾ ഓരോരുത്തരും മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. പക്ഷെ അവർക്കത് കഷ്ടമല്ല. ഇത് ഞാൻ അറിഞ്ഞത് എൻ്റെ അച്ഛനിൽ നിന്ന് തന്നെയാണ്. അച്ഛൻ്റെ അവസാനത്തെ നിമിഷത്തിൽ അച്ഛൻ്റെ ക്ഷീണത്തിലിരിക്കുന്ന സമയത്ത് അച്ഛനെ ഉയർത്തുവാൻ ഞങ്ങൾ യുദ്ധം എന്ന പദം തന്നെയാണ് ഉയർത്താറ്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അച്ഛനെ പ്രലോഭിപ്പിക്കാനായിട്ട് യുദ്ധത്തിന്, ഇത്രയും ക്ഷീണമുള്ള മനുഷ്യനാണോ യുദ്ധം ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, യുദ്ധസമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ രാജ്യത്തിന് എന്നുള്ള ബോധമായിരിക്കും ഓരോ മിലിറ്ററിക്കാരനും എന്നാണ്. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ രാജ്യത്തെ രക്ഷിക്കാൻ എന്ന ബോധത്തിൽ നിന്നാണ് ഓരോ മിലിറ്ററിക്കാരനും നമ്മളെ രാജ്യത്തിനെ കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മിലിറ്ററിയുടെ കഴിവിനെയോ അവരുടെ സഹനത്തെയോ നമുക്ക് അളക്കാൻ പറ്റുകയില്ല. അവർക്ക് നമുക്ക് ഏത് രീതിയിൽ നന്ദി കാണിക്കണം, ഏത് രീതിയിൽ നന്ദി പറയണം, എത്ര പറഞ്ഞാൽ അത് ഈടാവും. അവരുടെ ഊർജവും അവരുടെ യുവത്വവും നമ്മളെപ്പോലുള്ളവരെ കാത്തു രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്നുള്ളതുകൊണ്ടും ഞാൻ ഈ ഒരാഴ്ച ഞാനിങ്ങനെ വല്ലാതെ വിഷമിക്കുകയായിരുന്നു. എൻ്റെ പ്രധാനമന്ത്രിയോട്, എൻ്റെ മിലിറ്ററിയോട് എനിക്കൊന്ന് ഉറക്കെ പറയണം. അന്ന് ആ സിന്ദൂർ ഓടുന്ന സമയം ഞാൻ അറിയുന്നത് 7:30-ക്കാണ്. ആ സമയത്ത് എനിക്ക് ഈ സിന്ദൂരം എടുത്ത് എവിടെ ഓടണം എന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഞാൻ അന്ന് അവിടെ നിന്നത് എൻ്റെ ചലനം കൊണ്ട് എൻ്റെ ഭരണത്തിനോ എൻ്റെ രാജ്യത്തെ ഒരാൾക്ക് പോലും എനിക്കറിയില്ല ഞാൻ എൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ നിന്നപ്പോൾ എൻ്റെ മാഹി എന്തേ ഒരു നന്ദി വാക്ക് പറയുന്നില്ല, എവിടുന്നും ആരും എന്തേ പറയുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഷിനോജിൻ്റെ സ്റ്റാറ്റസ് കാണുന്നത്. ഞാൻ അപ്പോഴേ ഉറച്ചു, ഞാനിത് ഈ ഒരു നന്ദി പറയാനായി നടന്നെങ്കിലും സാന്നിധ്യമായെങ്കിലും ഞാൻ പോകുമെന്ന്. അങ്ങനെയാണ് ദിനേശ് ചേട്ടൻ മിനിഞ്ഞാന്ന് എന്നെ വിളിക്കുന്നത്. സത്യമായിട്ട് ഞാൻ 2 ദിവസം ഉറങ്ങിയിട്ടുമില്ല. എനിക്ക് ഇവിടെ വരാനും എൻ്റെ പ്രധാനമന്ത്രിയോട്, എൻ്റെ ശക്തിയോട്, എൻ്റെ നാടിനോട് നന്ദി പറയാൻ എനിക്ക് ഈ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് ഹൃദയത്തിൽ ചേർത്ത് അഭിമാനത്തോടെ, അഹങ്കാരത്തോടെ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദി.